കേരളത്തിലെ ഒരു പ്രമുഖ വാർത്താ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ജോർജ് ജോസഫ് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അതെ, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി സാക്ഷാൽ വീണ ജോർജിന്റെ കുടുംബത്തിന്റെ കണ്ണീരും ആശങ്കയുമാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മന്ത്രിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. പാർട്ടി സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞത് മറ്റാരുമല്ല, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് തന്നെയാണ്. കണ്ണൂരിൽ വെച്ച് മന്ത്രിക്ക് നേരെ നടന്ന കരിങ്കൊടി പ്രയോഗവും കഴുത്തുളുക്ക് നാടകവും കണ്ട് വിറച്ച കുഞ്ഞുങ്ങളുടെ മുഖമാണ് ഒരു പിതാവെന്ന നിലയിൽ ജോർജ് ജോസഫിനെ കൊണ്ട് ഈ കടുത്ത തീരുമാനം എടുപ്പിച്ചത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എന്നാൽ എന്താണ് ഈ ആശങ്കയ്ക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ? ചീഞ്ഞ PR പബ്ലിസിറ്റിയാണോ, അതോ കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വന്ന സാധാരണ ജനങ്ങളുടെ ശാപമാണോ വീണയെ വിടാതെ പിന്തുടരുന്നത്? എന്തായാലും മന്ത്രിയുടെ ഭർത്താവിന്റെ അതേ നിലപാട് തന്നെയാണ്. അഥവാ മന്ത്രി ഇനി കുറച്ചുനാൾ വീട്ടിലിരിക്കട്ടെ എന്ന് തന്നെയാണ് ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും അത്ര രഹസ്യമല്ലാത്ത പരസ്യ വർത്തമാനം. എന്തായാലും കാര്യങ്ങൾ നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. കണ്ണൂരിൽ വെച്ച് വീണ ജോർജിന് നേരെയുണ്ടായ കരിങ്കൊടി പ്രയോഗവും അക്രമ നീക്കങ്ങളും ടിവിയിലൂടെ കണ്ട മന്ത്രിയുടെ 2 കുഞ്ഞുങ്ങൾ വല്ലാതെ പരിഭ്രാന്തരായി. തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ട്രെയിനിൽ കയറാനിരുന്ന കുഞ്ഞുങ്ങൾ വിതുമ്പലോടെ അച്ഛനെ വിളിക്കുന്നു. പത്തനംതിട്ടയിലെ വീട്ടിലായിരുന്ന ജോർജ് ജോസഫ് ഉടൻ തന്നെ കാറിൽ കണ്ണൂരിലേക്ക് തിരിച്ചു. വെളുപ്പിന് 3 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് അദ്ദേഹം കണ്ടത്. സാധാരണ ഒരു കാര്യത്തിനും തന്നെ ബുദ്ധിമുട്ടിക്കാത്ത വീണ അവിടെ വരെ വരാൻ ആവശ്യപ്പെട്ടപ്പോഴേ അതിന്റെ ഗൗരവം തനിക്ക് മനസ്സിലായെന്ന് അദ്ദേഹം പറയുന്നു. ഈ സംഭവത്തിന്റെ ആഘാതം മാറുന്നതിന് മുൻപെയാണ് വീണ ജോർജിനെ വീണ്ടും ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നത്. ആ വാർത്ത കണ്ടപ്പോൾ തന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്തെ പ്രയാസം കണ്ടിട്ടാണ് താൻ ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഇത്തവണ ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായിക്കോട്ടെ എന്നാണ് താൻ അഭ്യർത്ഥിച്ചത്. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്റെ മക്കൾക്ക് അമ്മയുടെ സാമീപ്യം കൂടുതൽ ആവശ്യമുണ്ടെന്ന തോന്നലിലാണ് അത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. അമ്മ വീട്ടിൽ വേണമെന്ന കുഞ്ഞുങ്ങളുടെ ആഗ്രഹം ഒരപേക്ഷയായി അദ്ദേഹം പാർട്ടിക്ക് മുന്നിൽ വെച്ചു. എന്നാൽ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നീട് ആ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു. പല മാധ്യമങ്ങളും കരിങ്കൊടി സമരം എന്നൊക്കെ പറയുന്നത് ലളിതമാക്കാനാണെങ്കിലും അവിടെ കണ്ടത് ഒരാൾ പതിയിരുന്ന് ആക്രമിക്കാൻ ചാടി വീഴുന്ന ഭീകര ദൃശ്യമായിരുന്നുവെന്നാണ് ജോർജ് ജോസഫ് പറഞ്ഞു വെക്കുന്നത്. പ്രായമുള്ളവർ പോലും ഭയപ്പെടുന്ന അത്തരമൊരു കാഴ്ച കണ്ട കുഞ്ഞുങ്ങൾ അമ്മയെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടത് സ്വാഭാവികം മാത്രമാണ്. പല മാധ്യമങ്ങളും ഈ വാർത്തയെ നെഗറ്റീവായി കൊടുത്തതിലും അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തെ മറ്റൊരു കണ്ണിലൂടെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ നോക്കിക്കാണുന്നത്. വീണ ജോർജിന്റെ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രവർത്തനം വിലയിരുത്തിയാൽ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോവുകയാണോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട്. ആരോഗ്യ വകുപ്പിലെ തുടർച്ചയായ വീഴ്ചകളും വിവാദങ്ങളും അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സ്വന്തം വകുപ്പിനെ പോലും കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയാത്ത മന്ത്രിക്ക് ഇപ്പോൾ കഠിന കാലമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വീണയുടെയും അടക്കം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയോട് വരുന്ന പ്രതികരണങ്ങൾ അല്പം പരിഹാസം നിറഞ്ഞതാണ്. അമ്മയെ കുഞ്ഞുങ്ങൾക്ക് വേണം, അമ്മയെ ഒഴിവാക്കണമെന്ന് ഭർത്താവ് പറഞ്ഞത് കേട്ട ജനങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ ഗർജനങ്ങൾ നിർത്തി വീട്ടിൽ തന്നെ ഇരുന്നുകൂടെ എന്നാണ്. കുഞ്ഞുങ്ങൾക്ക് അമ്മയെ വേണമെങ്കിൽ ആ അമ്മയ്ക്ക് മന്ത്രിസ്ഥാനത്തേക്കാൾ വലുത് കുടുംബമാണെങ്കിൽ സന്തോഷത്തോടെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്ന പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ പുകയുന്നത്. ഇത്രയും കാലം ഭരിച്ചിട്ടും കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷിത ബോധം നൽകാൻ കഴിയാത്ത ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഒരു നാടിനെ സംരക്ഷിക്കാൻ കഴിയുക എന്ന ചോദ്യവും ചിലയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. വീണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഭർത്താവ് കാണിച്ച ഈ പേടി യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം കുടുംബത്തെ പോലും സമാധാനിപ്പിക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിലെ ജനങ്ങളെ നയിക്കുക? വീണയുടെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ ശരിക്ക് മുൾമുനയിലാണ്. ചെങ്കോട്ട് നിലനിർത്താൻ പാർട്ടിയുടെ കടുംപിടുത്തത്തിൽ വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ ഒരു പിതാവിന്റെ ആകുലതകൾ പാർട്ടി കേട്ടില്ലെങ്കിലും ജനങ്ങൾ അത് കേൾക്കുന്നുണ്ട്. തീർച്ചയായും ഇത്തവണ മന്ത്രിയെ വീട്ടിലിരുത്താൻ സഹായിക്കാമെന്ന് തന്നെയാണ് ജനങ്ങളും പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ ജോർജിന്റെ രാഷ്ട്രീയ യാത്രയിൽ ഇത്തവണ കരിനിഴലുകൾ ഏറെയാണ്. കണ്ടകശനി കൊണ്ട പോലെ ഓരോന്നായി വിവാദങ്ങൾ വീണയെ വേട്ടയാടുമ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം ഒരു രക്ഷപ്പെടലാകുമോ അതോ പതനത്തിന്റെ തുടക്കമാവുമോ എന്ന് വരും ദിവസങ്ങൾ പറഞ്ഞു തരും. എന്തായാലും കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അമ്മ രാഷ്ട്രീയത്തിൽ നിന്നും മാറി വീട്ടിൽ തന്നെ സമാധാനമായി ഇരിക്കുന്നതല്ലേ നല്ലതെന്ന് ഓരോ മലയാളിയും ഇപ്പോൾ ഉള്ളാലെ ചിന്തിക്കുന്നുണ്ട്.